ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود. വലിയ ഒരു കിടങ്ങ് കുഴിച്ച് ആ കിടങ്ങിൽ മുഴുവനും തീ നിറച്ച് വിശ്വാസികളാകുന്ന ഏകനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കൂ. രാജാവ് പറയുന്നത് പോലെ രാജാവിന്റെ സ്വേച്ഛാധിപത്യത്തെയും അദ്ദേഹം ദൈവമാണെന്ന വിശ്വാസത്തെയും ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ ഓരോ ആളുകളെ ഓരോരുത്തരെയായി തീയിലേക്ക് എറിഞ്ഞ് കൊല്ലുന്ന രംഗം. മാത്രമല്ല ഖുർആൻ പറഞ്ഞു ഇദ്ഹും അലൈഹാ ഖുഊദ്. ആളുകൾ ഈ രംഗം ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. സത്യവിശ്വാസത്തിന്റെ പേരിൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്ന കാര്യം ആളുകൾ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. അല്ലാഹു തആല ചോദിക്കുകയാണ്, പറയുകയാണ്, എന്തു തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. പരിശുദ്ധനായ ലോകത്തെന്നും സ്തുതിക്കപ്പെടുന്ന അല്ലാഹുവെ കൊണ്ട് വിശ്വസിച്ചു എന്ന തെറ്റല്ലാതെ ഇവർ ചെയ്തിട്ടില്ല. വമാ നഖമൂ മിൻഹും, ഇവർ പ്രതികാരം ചെയ്തത് എന്തു തെറ്റിന്റെ പേരിലാണ്? ഈമാൻ കൊണ്ട് എന്ന ഒരു തെറ്റിന്റെ പേരിൽ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ ഈ സംഭവം പറഞ്ഞുകൊണ്ടതിന്റെ ബാക്കി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഓരോരുത്തരെയായി കിടങ്ങിൽ കൊണ്ടുവന്ന് കൊല്ലുന്ന സമയത്ത് അവസാനം ഒരു കൈക്കുഞ്ഞുമായി ഒരു സഹോദരി, ഒരു പെണ്ണ് കടന്നു വരികയാണ്. കുഞ്ഞിനെയും താങ്ങിപ്പിടിച്ചുകൊണ്ടുവരുന്ന ഒരു സഹോദരി. വിശുദ്ധ ഖുർആൻ ഈ സംഭവം പറഞ്ഞ് ഇവിടെ അവസാനിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പൂർത്തീകരണമെന്നോണം പറഞ്ഞു. അങ്ങനെ അവസാനം ഈ സഹോദരി വന്നു കൈക്കുഞ്ഞിന്റെ കയ്യില്. പക്ഷേ ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് ആ ഉമ്മാക്ക് ആ തീയിലേക്ക് എടുത്തു ചാടാൻ പ്രയാസം തോന്നി. ആ സമയത്ത് ഫഖാല ലഹൽ ഗുലാം, ആ ഉമ്മയോട്, തീയിൽ ചാടാൻ മടിച്ചു നിൽക്കുന്ന ഉമ്മയോട് കൈക്കുഞ്ഞാകുന്ന, സംസാരിക്കാൻ പ്രായമാകാത്ത കുഞ്ഞ് ചോദിക്കുകയാണ്, യാ ഉമ്മ ഇസ്ബിരി ഫഇന്നകി അലൽ ഹഖ്. ഉമ്മ, നിങ്ങൾ ക്ഷമിക്കൂ, നിങ്ങൾ ക്ഷമ പാലിക്കൂ, നിങ്ങൾ എന്തിന് പേടിക്കണം? നിങ്ങൾ ഹഖിന്റെ പേരിലാണ്, നിങ്ങൾ സത്യത്തിന്റെ പേരിലാണ്, നിങ്ങൾ സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിലല്ലേ ഈ തീയിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി രാജാവ് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷമിക്കൂ, നിങ്ങളൊരു ബേജാറും കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മാതാവിനോട് സംസാരിക്കുന്ന ആ കൈക്കുഞ്ഞ്, ആ കുഞ്ഞിനെയും കൊണ്ട് ആ കിടങ്ങിനടുത്തേക്ക് ആ സഹോദരി വരുന്നു. അതിലേക്ക് വീഴാൻ മടിച്ചു നിൽക്കുമ്പോഴാണ് ഈ പ്രിയപ്പെട്ട മാതാവിനോട് കുഞ്ഞിങ്ങനെ സംസാരിക്കുന്നത്. എന്തിനാണ് വിശുദ്ധ ഖുർആൻ ഈ സംഭവം പറഞ്ഞിരിക്കുന്നത്? ഇന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യാ വാർത്തകൾ ഇന്ന് വാർത്തയല്ലാതെയായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആത്മഹത്യ വളരെ കുറവാണ്. ആത്മഹത്യയുടെ ഗ്രാഫ് പരിശോധിച്ചാൽ അതിൽ മുസ്ലിം പേരുകൾ വളരെ കുറവായിരുന്നു, വളരെ താഴെയായിരുന്നു. എന്നാൽ അടുത്തിടെയായി നമ്മുടെ മൂക്കിന് താഴെ നമ്മുടെ പരിചയങ്ങളിൽ ഇത്തരം ആത്മഹത്യകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ ആത്മഹത്യകളെയും കുറ്റപ്പെടുത്തുകയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് തോന്നാവുന്ന വിധം മരിച്ചുപോയെങ്കിൽ അത് മോശമാണ് എന്ന് പറയയില്ല. ഏതു പശ്ചാത്തലത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അയാൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത്, സ്വന്തം ജീവൻ ഒടുക്കുന്ന സമയത്ത് ഏതു മാനസിക നിലയിലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതുമാത്രം ആത്മഹത്യ ചെയ്തു എന്ന കാരണം മാത്രം പറഞ്ഞ് അയാൾ മോശക്കാരനാണ് എന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും നമ്മൾ പാടില്ല. പക്ഷേ ഉമ്മത്ത് മുസ്ലിമെ മനസ്സിലാക്കേണ്ട വിഷയം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യരുത് എന്നാണ്. മാത്രമല്ല സ്വയം ജീവനൊടുക്കാൻ നിനക്ക് അധികാരമില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാനുള്ളതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്ത് അതിനു മുമ്പ് ജനങ്ങളെയൊക്കെ അറിയിച്ച് ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ആത്മഹത്യ ചെയ്തവന്റെ ശിക്ഷ ഏത് നിലക്കാണോ അവൻ ജീവനൊടുക്കിയത് ആ ശിക്ഷ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ട് തുള്ളിയിട്ടാണ് ജീവൻ അവസാനിപ്പിച്ചതെങ്കിൽ
ആ ശിക്ഷ അയാൾക്ക് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നാളെ ഖിയാമത്ത് നാളിലും ആഖിറത്തിലും അയാൾക്കുള്ള ശിക്ഷ ഇത് തന്നെയായിരിക്കും. കാരണം നിന്റെ യാതൊരു യോഗ്യതയും നോക്കാതെ അള്ളാഹു സമ്മാനിച്ചിരിക്കുന്ന ജീവൻ, ആ ജീവൻ എടുക്കാൻ നിനക്ക് അധികാരമില്ല എന്നുള്ളതാണ് ഈ ശിക്ഷയുടെ കാരണം. അള്ളാഹു അവന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് നമുക്ക് നൽകിയതാണ് ജീവൻ. ആ ജീവൻ അപഹരിക്കാൻ, എനിക്ക് നൽകപ്പെട്ട ഈ ജീവൻ അപഹരിക്കാൻ, ഈ ജീവിതം അവസാനിപ്പിക്കാൻ എനിക്ക് അധികാരമില്ല എന്നുള്ളതാണ് ഈ ശിക്ഷയുടെ കാരണം. അതുകൊണ്ട്